ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രീകാന്തിന് മനസ്സിലായി. വിക്രത്ത് നിരപരാധിയാണെന്ന് വേദ കണ്ടെത്തി കഴിഞ്ഞാൽ അത് തനിക്കെതിരെയുള്ള ഒരു തെളിവായിട്ട് വേദ വരും. അപ്പോൾ താൻ എല്ലാവരുടെയും മുന്നിലും സമൂഹത്തിൻ്റെ മുന്നിലും എല്ലാവരുടെയും മുന്നിൽ കള്ളനാവും എന്നുള്ള കാര്യവും ഒരു കൊലപാതകമാവും എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ശ്രീകാന്തിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് എന്താണെന്ന് വെച്ചാൽ അത് ചന്ദ്രശേഖരൻ അങ്കിളിനോട് പറയുകയാണ്. അങ്കിളെ, എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഞാനാണ് ഇതിനെല്ലാം ആളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നിൻ്റെ തലയ്ക്ക് മേലെ എന്ത് വന്നാലും നീ അത് വെട്ടി നശിപ്പിച്ചിട്ട് മുന്നേറി പോകണം. അത് കൂടപ്പിറപ്പായാലും അച്ഛനായാലും ആരായാലും അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ വേദന ഇല്ലാതാക്കണം എന്നാണോ പറയണതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും, നിനക്ക് ശല്യമായി വരുന്നത് ആരാണെങ്കിലും നീ അത് ഇല്ലാതെയാക്കിക്കോ, അതിനൊന്നും ഒരു പ്രശ്നമില്ല എന്ന് ചന്ദ്രശേഖരൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേദേനെ അപകടത്തിൽപ്പെടുത്തണം. അപ്പോൾ ശ്രീകാന്ത് പറയണ, അവളെ കൊല്ലണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, കുറേ നാളത്തേക്ക് അനങ്ങാതെ കിടന്നാലും മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് അപ്പോൾ ഒരു വാടക ഗുണ്ടകളെ ഏർപ്പാടാക്കുകയാണ്. അവൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടാക്കി സംസാരിക്കാനും അനങ്ങാനും പറ്റാത്ത വിധത്തിൽ എങ്ങനെയെങ്കിലും ആക്കണം എന്ന് മാത്രമാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്തിന് ആഗ്രഹമുള്ളൂ. ശ്രീകാന്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വണ്ടിയൊക്കെ കൊടുത്ത് കുറച്ച് ആളുകളെ വിടുകയാണ് വേദേനെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ.